പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ മെയ് മാസം 4-ാം തീയതി ഹല്ലേലൂയ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലമായിരുന്നല്ലേ. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. കർത്താവ് ചിറക് വിടർത്തി ആ ചിറകിനടിയിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ചു. അനർത്ഥങ്ങൾ ഭവിക്കാതെ, രോഗങ്ങൾ വരാതെ കർത്താവിൻ്റെ ദൂതന്മാർ നമ്മളെ എല്ലാ നിലയിലും കാവൽ ചെയ്തില്ലേ? ആ കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കൃപകൾക്കായിട്ട് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാലോ, നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. ഓരോ നാളും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കൈ പിടിച്ച് നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ. ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പറ്റാത്തല്ല മറന്നാലും മറക്കത്തില്ലെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. കർത്താവേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെ അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 9-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ആമേൻ. 4-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവിൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. കർത്താവ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. ആമേൻ. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നീതിയോടെ വിധിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അങ്ങ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവ്, എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് നാക്കേൽ അൾസർ വന്ന് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വായ്ക്കകത്ത് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ അസ്വസ്ഥത പൂർണ്ണമായി വിട്ട് തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പല്ലുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പല്ലിനോടുള്ള ബന്ധത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഇപ്പോൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി നടത്തുന്നതിന് നന്ദി പറയുന്നു. വെരിക്കോസ് വെയിൻ ഇൻഫെക്റ്റഡായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ വെരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, അതുപോലെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ കാരണമായി തീരട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം. സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ആ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ സ്തോത്രം. യേശുവായുടെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഏത് ആവശ്യങ്ങളാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. അതിന്മേൽ ദൈവിക പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങനെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇന്ന് കർത്താവെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം, അവരെ കർത്താവ് ഉപയോഗിക്കണം. ലോകവ്യാപകമായി ഒരു ഉണർവിന് വേണ്ടി ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം കർത്താവെ ഇന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം, അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. അതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആമേൻ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ അതിന്മേൽ അത്ഭുതങ്ങൾ നടക്കണം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. 34-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. 34-ാം സങ്കീർത്തനം 18-ഉം 19-ഉം വാക്യം നമുക്ക് വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസം തരുന്ന ദൈവവചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ പറയുകയാണ്, ആമേൻ, ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക്, ആമേൻ, സ്തോത്രം, ആമേൻ, ഒക്കെ കർത്താവ് എന്ത് ചെയ്യുന്നു? സമീപസ്ഥനും അവൻ രക്ഷകനുമാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നു പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ മനസ്സ് ഹൃദയം നുറുങ്ങിയവർ അല്ലെങ്കിൽ മനസ്സ് തകർന്നവരെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയും ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്നാ പറയുന്നത് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, മാനസികമായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഈ പറയുന്നത്. പല കാരണങ്ങളാൽ ഡിപ്രഷനിലായി പോയവർ, പല കാരണങ്ങളാൽ നിരാശപ്പെട്ടു പോയവർ, പല കാരണങ്ങളാൽ ആമേൻ മാനസികമായ ഭയം നേരിട്ട് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. തിരുവെടുത്ത് പറയുക, ഇവരൊന്നും തകർന്നു പോകേണ്ട ആവശ്യമില്ല, ഇവരൊന്നും ആമേൻ നശിച്ചു പോകത്തില്ല. കാരണം കർത്താവ് ഇവർക്ക് സമീപസ്ഥനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല കാരണങ്ങളാൽ നമ്മുടെ മനസ്സ് വേദനിക്കാൻ സാധ്യതയുണ്ട്, പല കാരണങ്ങളാൽ വിഷമങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, ആമേൻ, അതിനകത്ത് നമ്മൾ നിരാശപ്പെടേണ്ട. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, എൻ മനമേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? കർത്താവിൽ പ്രത്യാശ വെപ്പി, അവൻ്റെ വാഗ്ദത്തത്തിൽ പ്രത്യാശ വെപ്പി. ഹല്ലേലൂയ, ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ, അകത്തും പുറത്തും ഒരുപോലെ പ്രശ്നം, എന്നിട്ടും ഞങ്ങൾ തകർന്നു പോകുന്നില്ല, എന്നിട്ടും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. കാരണം എന്നാ? കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ഒരുപക്ഷെ നമ്മൾ മാനസികമായി തകർന്നിരിക്കുകയായിരിക്കാം, പുറമേ നോക്കുമ്പോഴും പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കർത്താവ് നമുക്ക് സമീപസ്ഥനാ. അതുകൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല, നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകം 41:10 പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുക തന്നെ ചെയ്യും. സോ ആമേൻ, നമുക്ക് നല്ലൊരു കോൺഫിഡൻസാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശ വരുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ഫൈനൽ സ്റ്റേജായിട്ട് നമ്മൾ കാണല്. ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുക, നിരാശ അടിച്ചിരിക്കുക എന്നൊരിക്കലും പറയില്ല. ദാവീദ് അഭിഷേകം പ്രാപിച്ച രാജാവായിരുന്നു. പക്ഷെ ഒത്തിരി ഇമോഷണലായുള്ള ബാറ്റിൽസിലൂടെ, ഒത്തിരി ഇമോഷണൽ ബാറ്റിൽസിലൂടെ ഹല്ലേലൂയ ദാവീദ് കടന്നു പോയിട്ടുണ്ട്. ദാവീദ് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ദാവീദ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ദാവീദ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി പോയിട്ടില്ല. ദാവീദ് പോയതുപോലെ ഇമോഷണൽ ട്രാജഡികളിലൂടെ കടന്നുപോയൊരു കുറവാണ്. പക്ഷേ അവിടെ എല്ലാം ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് പെട്ടെന്ന് ദൈവത്തോട് കണക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ താഴ്വര അല്ലെങ്കിൽ താഴ്ന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അത് സാധാരണ കാണുന്ന കാര്യമാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? അവിടെ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ ആത്മാവോട് സംസാരിക്കാൻ പഠിക്കണം. നീ എന്തിനാണ് വിഷാദിച്ച് ഉള്ളിഞ്ഞിറങ്ങുന്നത്? അവർ നിന്നെ കണ്ടില്ലെന്ന് കണ്ടു, അവർ നിന്നെ സ്നേഹിച്ചില്ല, അവർ നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് നീ എന്തിനാണ് നിരാശപ്പെടുന്നത്? നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ ആ വിഷയം വന്നു എന്ന് പറഞ്ഞ് നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? കാരണം നിനക്ക് കർത്താവില്ലേ? കർത്താവ് നിനക്ക് മതിയായവനല്ലേ? കർത്താവ് നിനക്ക് ആശ്വാസം തരുവാൻ മതിയായവനല്ലേ? കർത്താവ് നിന്നെ ഉയർത്തുവാൻ മതിയായവനല്ലേ?
നീ നിന്നോട് തന്നെ സംസാരിക്കുക. എടാ, രോഗത്താൽ ഭാരപ്പെടുകയാണോ? എടാ, യഹോവ റാഫയായി നമ്മുടെ കൂടെയില്ലേ? യഹോവ ജൈറ നമ്മുടെ കൂടെയില്ലേ? ഹല്ലേലൂയ. നീ ഏത് കഷ്ടത്തിലാണെങ്കിലും നിനക്ക് സമീപസ്ഥനായി ദൈവം ഉണ്ടെന്ന് തിരുവചനമില്ലേ? ഹല്ലേലൂയ. തകർന്നിരിക്കുകയാണോ? തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് തിരുവചനമില്ലേ? അപ്പോൾ ഒരു സിറ്റുവേഷനിലും ഹല്ലേലൂയ, ആമേൻ, കർത്താവ് മാറി നിൽക്കുന്നില്ല. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും അവൻ അതിനകത്തു നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തകർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. തകർക്കുന്ന, നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ടാകാം. ഹല്ലേലൂയ. ദാവീദിനെ ഓർത്ത് നോക്കി. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ സിക്ലാഗിൻ്റെ അനുഭവം. അവൻ എല്ലാം തകർന്നു, എല്ലാവരും കൈവിട്ടു. അവൻ കൂടെയുള്ളവർ കല്ല് വലിച്ചെറിയാനായിട്ട് നിൽക്കുന്നു. വേണ്ടപ്പെട്ടവരാരും കൂടെയില്ല. പക്ഷേ വേദോസം പറയാം, ദാവീദ് തന്നിൽ തന്നെ, ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. തന്നെ ആശ്വസിപ്പിക്കുവാനും തന്നെ സമാധാനിപ്പിക്കുവാനും ദാവീദെ മുന്നോട്ട് പോകുന്നു പറയാനൊന്നും ആരുമില്ല. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് തൻ്റെ ദൈവത്തിൽ സ്വയമേ അങ്ങ് പ്രത്യാശ വെച്ചു, സ്വയമേ അങ്ങ് ധൈര്യപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, കൊളാപ്സായി പോകേണ്ട ആവശ്യമില്ല. കണക്റ്റ് ആയി നിൽക്കുക, കർത്താവിനോട് കണക്റ്റഡ് ആയി നിൽക്കുക. ഇപ്പം നമ്മുടെ ബാറ്ററി 1% കൂടെ ഉള്ളൂ എന്ന് വെച്ചു. മൊബൈലിൻ്റെ ബാറ്ററി 1% കൂടെ കഴിഞ്ഞാൽ തീരും. അത് തീർക്കുകയല്ല വേണ്ടത്, ഉടനെ എന്നാ ചെയ്യണം? അത് ചാർജ് ചെയ്ത് വെക്കണം. ഇതുപോലെ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, മുട്ട നിന്നിട്ട് കൈ ഉയർത്തി, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ഇടയനാകുന്നു, കുരിൽ താഴ്വരക്കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോൾ, നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ ചാർജിങ്ങിന് കുത്തിവെക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ പ്രോഫറ്റിക്കൽ ഡിക്ലറേഷനുകൾ നടത്തുക. ആമേൻ. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു കാരണവശാലും ആമേൻ ഞാൻ തളർന്നു പോവുകയില്ല, ഞാൻ നിരാശപ്പെട്ടു പോവുകയില്ല എന്ന് നമ്മളോട് തന്നെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർന്നു പോകുന്ന ദൈവഹിതമല്ല, നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന ദൈവഹിതമല്ല, നമ്മൾ നശിച്ചു പോകുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ആ പദ്ധതികൾ ഇന്ന് തകർന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. മാനസികമായും ശാരീരികമായും ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, എല്ലാ ഹെവിനെസ്സും മനസ്സിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ദൈവിക സഹായം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അവൻ ദൈവം സമാധാനവും സന്തോഷവും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. പിതാവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. എല്ലാ മാനസിക സംഘർഷങ്ങളും മാറി ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരാക്കി കർത്താവ് ഇവരെ തീർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നേറുവാൻ സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.